ഇതിനകത്തിന് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം ബുക്കിംഗാണ്. നമ്മുടെ ഫ്രാഞ്ചൈസിയിൽ ഒരു കൺസൈൻമെൻറ്റ് ഒരാൾ കൊണ്ടുവന്നാൽ ആ ബുക്കിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പം ഇവിടെ നമ്മൾ മൈ ബുക്കിങ്ങിൽ പോവുക, EFR ബുക്കിങ്ങിൽ ചെല്ലുക. അപ്പോൾ വേറൊരു പേജ് തുറക്കും. ഇതിനും നമുക്കൊരു ലോഗിൻ ഐഡിയും പാസ്വേഡും ഇവർ തരും, DTDC തരും ഓരോ ഫ്രാഞ്ചൈസിക്ക്. അത് വച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. കൊറിയർ ടൈപ്പ് എന്താണെന്ന് കൊടുക്കണം. ഇതിനകത്ത് ഡോക്യുമെൻ്റ് ഉണ്ട്, നോൺ ഡോക്യുമെൻ്റ് ഉണ്ട്. ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അപ് ടു 3 kgs നമുക്ക് ഡോക്യുമെൻ്റായിട്ട് അയക്കാം. എനിത്തിങ് എബവ് 3 kgs എല്ലാം നോൺ ഡോക്യുമെൻറ്റിൽ പോവുള്ളൂ. സോ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ഡോക്യുമെൻ്റ് അയക്കണമെങ്കിൽ ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് ഒരു ഫോൺ നമ്പർ, നമ്മുടെ കസ്റ്റമർ ഇവിടെ വന്ന് നിൽക്കുമ്പം അവരുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇതാണ് ഫോൺ നമ്പർ എന്ന് വിചാരിച്ചാൽ ഡീറ്റെയിൽസ് കൊടുക്കുക. ഇതിപ്പം ഇവിടെ നിന്നുള്ള ഫ്രം അഡ്രസ്സ് കൊടുക്കുക. കൺസൈനർ എന്ന് പറഞ്ഞാൽ ഫ്രം അഡ്രസ്സാണ്. അപ്പോൾ ഫ്രം അഡ്രസ്സ് ഇപ്പം ഞാൻ ABC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അഡ്രസ്സ് നമ്മളിവിടെ കൊടുക്കണം. ABC ഇതെല്ലാം മാൻഡേറ്ററി ഫീൽഡ്സാണ്. ഈ ആസ്ട്രിക്സ് കാണുന്ന എല്ലാം മാൻഡേറ്ററി ഫീൽഡ്സാണ്. പേര് കൊടുക്കണം, ഫോൺ നമ്പർ എന്തായാലും മാൻഡേറ്ററി ആണ്. കൊച്ചിൻ കേരളയിൽ നിന്നാണ് പോകുന്നത്. ഞങ്ങളുടെ ഫ്രാഞ്ചൈസി കൊച്ചിയിലാണുള്ളത്. അവിടെ നിന്ന് ഇനിയിപ്പോൾ കൺസൈനി പിൻകോഡ്, അപ്പം കൺസൈനി എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് അയക്കേണ്ടത്. അപ്പം അത് നമുക്ക് 6835542 കൊടുത്ത് നോക്കാം. ഇപ്പം ഈ റൈറ്റ് സൈഡിലെ ടിക്ക് മാർക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊരു റെഡ് ക്രോസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഡെലിവറി ഇല്ല എന്നാണ്. ഇതിപ്പം ഗ്രീൻ ടിക്ക് ആയതുകൊണ്ട് അതിൻ്റെ അർത്ഥം അവിടെ ഡെലിവറി ഉണ്ടെന്നാണ്. ഇവിടെ എങ്ങോട്ടാണ് നമ്മൾ അയക്കേണ്ടത് എന്നുള്ള ഒരാളുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഫോൺ നമ്പർ കൊടുക്കുക, കൺസൈനി നെയിം, എങ്ങോട്ടാണ് അത് അയക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ നമ്പർ നമ്മൾ ഇവിടെ തന്നെ കൊടുത്താൽ മതി. അഡ്രസ്സ് ഏതെങ്കിലും ഒരു അഡ്രസ്സ്, VCD അഡ്രസ്സ് കൊടുക്കുക. സേവ് അഡ്രസ്സ് അടിക്കുക, നെക്സ്റ്റ് കൊടുക്കുക. സോ എത്ര kgs ഉണ്ടെന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഡോക്യുമെൻ്റ് ഞാൻ പറഞ്ഞല്ലോ, അപ് ടു 3 kgs നമുക്ക് ഡോക്യുമെൻ്റായിട്ട് അയക്കാം. അതിപ്പം ചെറിയ ബോക്സ് ആണെങ്കിൽ അപ് ടു 3 kgs നമുക്ക് അയക്കാൻ പറ്റും. 100 to 250 grams കൊടുക്കാം. എന്താ ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കണം, ലെറ്ററിനോ എന്തെങ്കിലും കൊടുക്കുക. ഇത് നമ്മളൊന്നും കൊടുക്കണമെന്നില്ല. ഗെറ്റ് പ്രൈസസ് ആൻഡ് ടൈംസ് അടിക്കുക. ഇപ്പം പ്രീമിയം കൺസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ വിത്തിൻ 2 days എത്തും. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 2 to 3 days എന്നാണ് ഇവിടെ കൊടുത്തേക്കണം. ഇതാണ് ഇതിൻ്റെ പ്രൈസും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. EWA ബില്ലിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ഈ കസ്റ്റമർക്ക് നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കാം, ആക്സെപ്റ്റ് ചെയ്യുക. ക്യാഷ് പേയ്മെൻറ്റ് എങ്ങനെയാണ് അവരുടെ അയച്ച്, ഇപ്പോൾ പേയ്മെൻറ്റ് നമുക്ക് ക്യാഷ് ആയിട്ടാണെങ്കിൽ പേയ്മെൻറ്റ് റിസീവ്ഡ് കൊടുക്കുക. നമുക്ക് C നോട്ട് എന്ന് പറഞ്ഞാൽ കൺസൈൻമെൻറ്റ് നോട്ട്സ്, അത് നമ്മളെപ്പോഴും DTDCയുടെ ഓഫീസിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ ഡിഫറെൻറ്റ് ആപ്സ് ഒക്കെ ഉണ്ട് അതിന്. അത് പർച്ചേസ് ചെയ്തിട്ട് പ്രൊസീഡ് വിത്ത് വെർച്വൽ C നോട്ട്. ഇപ്പോൾ എല്ലാം വെർച്വലാണ്. നമുക്കിവിടെ എന്താ പറയുക, ഫിസിക്കൽ C നോട്ട്സ് ഇല്ല. അപ്പം പ്രൊസീഡ് വിത്ത് C നോട്ട്സ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബുക്കിംഗ് റെഡിയായി. ഇനി നമ്മൾ ആ ബുക്ക് ചെയ്ത സാധനം അടുത്തുള്ള ബ്രാഞ്ചിലോ അപെക്സിലോ നമ്മൾ എത്തിക്കണം.